ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക്സ് അഥവാ ബ്ലഡ് ഷുഗറിനെ പറ്റിയാണ്. അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡർ കാരണം ഷുഗർ ഓർ ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ എലിവേറ്റ് ആവുകയും അത് ലാസ്റ്റ് സ്റ്റേജായ ഡയബറ്റീസ് ആവുകയുമാണ് ചെയ്യുന്നത്. കാലക്രമേണ ഹൃദയം, രക്തക്കുഴലുകൾ, കണ്ണുകൾ, വൃക്കകൾ, നരമ്പുകൾ എന്നിവയ്ക്കും ഗുരുതരമായ കേടുപാടുകൾ വരുത്തുന്നു. അടുത്ത നമുക്ക് ഇതിന്റെ നോർമൽ റേഞ്ച് നോക്കാം. ഫാസ്റ്റിംഗ് 80 to 100, ആഫ്റ്റർ ഈറ്റിംഗ് 170 to 200 and 2 to 3 hours after eating 120 to 140 mg per deciliter. ഹൈപ്പർഗ്ലൈസിമിയ, ഷുഗറിൻ്റെ ലെവല് ബ്ലഡിൽ കൂടുതലായി കാണുന്ന കണ്ടീഷനാണ് ഹൈപ്പർഗ്ലൈസീമിയ. ഇതിൻ്റെ കുറച്ച് റീസണുകൾ നോക്കാം. സ്ട്രെസ്, ജലദോഷം പോലുള്ള രോഗങ്ങൾ, ഭക്ഷണത്തിൻ്റെ ഇടയിൽ ലഘുഭക്ഷണം പോലുള്ള അമിതമായ ഭക്ഷണം കഴിക്കുക, ലാക്ക് ഓഫ് എക്സസൈസ്, ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ, നിങ്ങളുടെ പ്രമേഹത്തിൻ്റെ മരുന്നിൻ്റെ ഡോസ് തെറ്റായി എടുക്കുകയോ അല്ലെങ്കിൽ അത് എടുക്കാൻ മറന്നു പോവുകയോ ചെയ്യുമ്പോൾ. അടുത്തതായി എന്താണ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിക്സ് എന്ന് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റീസിൽ പാൻക്രിയാസ് ഇൻസുലിൻ നിർമ്മിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ടൈപ്പ് 2 നോക്കുകയാണെങ്കിൽ പാൻക്രിയാസ് ഇൻസുലിൻ പഴയതിനേക്കാൾ കുറച്ച് മാത്രം ഉണ്ടാക്കുകയും അത് നിങ്ങളുടെ ശരീരം പ്രതിരോധിക്കുകയുമാണ് ചെയ്യുന്നത്. അടുത്തതായ ഹൈപ്പോഗ്ലൈസീമിയ. ഇവിടെ ബ്ലഡ് ഷുഗർ ലെവൽ സാധാരണയെക്കാട്ടിയും കുറവും, നോർമലി ഇറ്റ് ഈസ് ബിലോ 70 mg per deciliter. ഇതിൻ്റെ ചില കാരണങ്ങൾ നോക്കാം. അമിതമായ മദ്യപാനം, ചില ഗുരുതരമായ രോഗങ്ങൾ, ദീർഘകാല പട്ടിണി, ഇൻസുലിൻ അമിതമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചില ഹോർമോൺസിൻ്റെ കുറവുകൾ. അവസാനമായി ഇത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ക്രമമായ ശരീര പ്രവർത്തനങ്ങൾ, സാധാരണ ശരീരഭാരം നിലനിർത്തുക, പുകവലി ഉപയോഗം ഒഴിവാക്കുക. അതുപോലെ തന്നെ മരുന്നുകളും റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പും ഇതിന് ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പം സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.